ഈ റമദാൻ മാസത്തിൽ സ്നേഹത്തിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മളിനി പോകുന്നത്. കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾക്കും വെടിവെച്ചകൾക്കും മുന്നിൽ പകച്ചുപോയ കുട്ടികളെ ഇങ്ങ് കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ് പ്രമുഖ ഇസ്ലാം മത പണ്ഡിതൻ. ഈ കുട്ടികൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും റമദാൻ മാസമാണിത്. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം തയ്യാറാക്കിയ റിപ്പോർട്ട്. മനസ്സറിഞ്ഞു പാടുകയാണ് ഈ കശ്മീർ കുട്ടികൾ. വെടിയച്ചുകളുടെ കശ്മീർ നാട്ടിൽ നിന്നും സമാധാനത്തിന്റെ തുരുത്തായ കേരളത്തിലെത്തിയതിന്റെ ആശ്വാസം ഇവരുടെ മുഖത്തുണ്ട്. കോഴിക്കോട് മർക്കസിൽ ഇവർ സുരക്ഷിതരാണ്. ഉന്നത വിദ്യാഭ്യാസവും ഇവർക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നോമ്പ് നോറ്റ് ഖുർആൻ പാരായണവുമായി സമാധാനത്തോടെ കഴിയുന്ന ഈ കുട്ടികൾക്ക് ഒരു പഴയ കറുത്ത നാളുകളുടെ ഓർമ്മകളുണ്ട്. എന്നും ചുറ്റും ബോംബാക്രമണങ്ങളുടെ ഒച്ചകൾ. ഏതു നിമിഷവും ഭീകരാക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും നടക്കാമെന്ന കശ്മീരിലെ കഷ്ടകാലത്തിൻ്റെ ഭീതി നിറഞ്ഞ ദിനരാത്രങ്ങൾ. എന്നാൽ ഇപ്പോൾ ആ കെട്ടകാലം മറന്നിവർ സന്തോഷിക്കുകയാണ് പൂർണ്ണ സുരക്ഷിതത്വ ബോധത്തോടെ. പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ ഈ കശ്മീരി കുട്ടികൾക്ക് ഇപ്പോൾ ഈ നാടിനോട് പറയാനുള്ളത് നന്ദിയാണ്, ഒപ്പം മർക്കസിനോടും. वहाँ पर जो है वो टेररिस्ट अटैक ज़्यादा हुआ करता था पहले, अभी नहीं. उस माहौल से उठाकर हमें यहाँ पर डाला. यहाँ पर ऐसा कोई कुछ नहीं देखने को मिल रहा है. बिल्कुल सेफ़ है एटमॉस्फेयर, पढ़ाई के मामले में हो या किसी और मामले में हो. केरल गवर्नमेंट जो है वो इस चीज़ को बहुत अपोज करती है. इसी तरह से कोई और दूसरा लीगल काम नहीं है. രാജ്യത്തിൻ്റെ അതിർത്തിയിലെ അക്രമ മേഖലകളിൽ നിന്നും മർക്കസിലേക്ക് എത്തിച്ച് സമാധാനവും സംരക്ഷണവും നൽകി പഠിപ്പിച്ച ഈ കശ്മീരി കുട്ടികൾ നന്നായി പഠിച്ച് ഉന്നത സർക്കാർ ജോലികളും നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയിൽ സൈനികരായി വരെ മർക്കസിലെ കുട്ടികൾ സേവനമനുഷ്ഠിക്കുന്നു. From here, loads of students, those who got education from here, from Markaz, now they are working in Indian civil service and Indian army and performing their service there. നോമ്പ് നോറ്റ് സാഹോദര്യം പങ്കിട്ടാണ് ഇവർ നോമ്പ് തുറക്കുന്നത്. സമൃദ്ധമായ നോമ്പുതുറ വിഭവങ്ങളുമായി ഇവർ മർക്കസിൽ സ്നേഹം പങ്കിടുകയാണ്. ഒപ്പം രാജ്യത്തിൻ്റെ രണ്ടതിരുകൾ തമ്മിലുള്ള സ്നേഹബന്ധം കൂടിയാണ് ഇവിടെ ഊട്ടിയുറപ്പിക്കുന്നത്. കശ്മീരിലെ വെടിയൊച്ചകളുടെ നാട്ടിൽ നിന്നും സുരക്ഷിതമായി മർക്കസിലെത്തിയതിൻ്റെ സമാധാനത്തോടെ അവർ റസൂലിനെ സ്തുതിക്കുകയാണ്. കശ്മീരി കുട്ടികൾ മർക്കസിൽ സുരക്ഷിതരാണ്. ഇവിടെ നിന്നും പഠനം പൂർത്തിയാക്കി ഇന്ത്യൻ ആർമിയിൽ വരെ ജോലി കിട്ടിയവർ ഈ കൂട്ടത്തിലുണ്ട്. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം മർക്കസിൽ നിന്നും ദീപക് ധർമ്മടം, 24.